അത്തം തൊട്ട് 10 ദിവസം വരെ ഡിഫറെൻറ്റ് പൂക്കളം വേണമെന്നാണ് ഞങ്ങൾ 3 പേരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം എൻ്റെ അച്ഛന് തീരെ വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് കൂടിയത്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ഭേദമായ സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകാനുള്ള തീരുമാനത്തിലാണ്. ഇനിയിപ്പോൾ എന്നാണ് ഇതേമാതിരി ഒത്തുകൂടാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തകർക്കാന്ന് അങ്ങ് വെച്ച് ഒരുമ്പിട്ട് ഇറങ്ങിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ദിവസമായ അത്തം ആരും എണീറ്റില്ല. ഞാനാണ് കേട്ടോ പൂക്കളം ഫുള്ള് ഫിനിഷ് ചെയ്തത്. തലേ ദിവസം ഞാൻ ഡിസൈനൊക്കെ ഫൈനലൈസ് ചെയ്തിരുന്നു. പക്ഷെ വരച്ച് വന്നപ്പോൾ ഇതൊന്നും അല്ലാണ്ടായി പോയിട്ടോ. ഉറക്കം എണീറ്റ് വന്ന പാടെ ആകെ സെറ്റായിരിക്കുന്ന എന്നെ കണ്ടിട്ട് അനിയും പറഞ്ഞേ, ഈ ഡിസൈനും പൂക്കളും മാത്രം സെറ്റാക്കിയാൽ മതി, ഞാൻ വരച്ചു തന്നുകൊണ്ടെന്ന്. അപ്പോൾ പിറ്റേ ദിവസം വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ വിഘ്നേശ്വരനെയാണ് ടൗണിൽ വരച്ചു തന്നത്. അവൻ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാണ്ട് വരയ്ക്കുന്നത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഓരോ ദിവസം ഓരോ ഡിസൈനായി. വീട്ടിലുണ്ടാവണ മിക്കവാറും എല്ലാ പൂക്കളും ആകുമ്പോൾ പൂജാമുറിയിലെ മാല കെട്ടാനും പൂജിക്കാനും ഒക്കെ യൂസ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ദിവസത്തെയും പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ പുറത്തുനിന്ന് മേടിക്കുക ചെയ്തത്. 1-2 ദിവസങ്ങളിലൊക്കെ ചെറിയ തോതിൽ ചാറ്റൽ മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കാലം കൂടെ ചൂടിയിട്ട് വരെ പൂക്കൾ ഇട്ടു. അത്രയ്ക്കായിരുന്നു ഡെഡിക്കേഷൻ. എൻ്റെ അനിയനും അനിയത്തിയും ചെറിയ ക്ലാസ് തൊട്ടേ ബോർഡിങ്ങിൽ പോയതാണ്. ഞാൻ മാത്രമാണ് 10th കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. അതുകൊണ്ട് 1-2 പ്രാവശ്യം മാത്രമാണ് ഒരുമിച്ച് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ദിവസം കഴിയുന്തോറും ഉണ്ണി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പൂവുകൾ ചില കളേഴ്സിൽ കിട്ടാണ്ടായി. അങ്ങനെ ഞങ്ങൾ പൊടികൾ യൂസ് ചെയ്ത് തുടങ്ങി. കഥകളിയുടെ കണ്ണിനും പിന്നെ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ വേണ്ടിയിട്ട് അരിപ്പൊടിയിൽ കറുത്ത ഇങ്ക് അങ്ങോട്ട് മിക്സ് ചെയ്തു. അന്നത്തെ ദിവസം എല്ലാം യൂസ് ചെയ്തുകൊണ്ടേ പിറ്റേ ദിവസം തെയ്യത്തിനായിട്ട് ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നില്ല. കുറച്ചുള്ളത് അങ്ങോട്ട് അരിപ്പൊടിയിൽ മിക്സ് ചെയ്തപ്പോഴേ അത് ആഷ് കളറായി. തിരുവോണത്തിൻ്റെ അന്ന് ഉണ്ണി മഹാബലിനെയാണ് കേട്ടോ വരച്ചത്. ഓണം കൊള്ളലും പൂക്കളിടലും ഒക്കെ അവർ രണ്ടാളും കൂടിയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാനും ഏട്ടനും ബാത്തും കൂടെ കുളിച്ചൊരുങ്ങി ഇപ്പോൾ ഒരു 11 മണിയായപ്പോൾ വീട്ടിലെത്തി. ഇവരുടെ കളമൊക്കെ കണ്ട് പായസമൊക്കെ കുടിച്ചിട്ട് നേരെ ഇവിടുന്ന് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ പോയിട്ട് സദ്യ കഴിക്കാതെ അങ്ങോട്ട് വെച്ചു. ഞാൻ ഒരുങ്ങി വന്നപ്പോൾ ഏട്ടൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞേ, കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഫുള്ള് കുങ്കുമത്തിൽ കുളിച്ച് നടക്കായിരുന്നു. പിന്നെ കൊച്ചു ജനിച്ച പിന്നെ ഞാൻ ഈ സാധനം നിൻ്റെ നെറുകയിൽ ഇപ്പോഴാണ്ട് കാണണേന്ന്. ശരിയാട്ടോ, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ കുങ്കുമം ഇടണേ. 11:30 ആയപ്പോഴേക്കും അമ്പലത്തിലെത്തി. ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോണ വഴിയിൽ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പാത്തുട്ടി എല്ലായിടത്തും ഹോൾട്ട് ചെയ്തിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കായിരുന്നു. അപ്പോൾ ആ കടയിലുള്ള ചേട്ടൻ ഇങ്ങനെ കാഷ്വലായിട്ട് വർത്താനം പറയണതിൻ്റെ ഇടയിൽ പറഞ്ഞു, നിങ്ങൾക്ക് സദ്യ ഉണ്ടെങ്കിൽ വേഗം പോകും, 12 മണി ആകുമ്പോഴേക്കും എല്ലാം ക്ലോസ് ആവുന്നു. പാത്തുട്ടി ചെറുതായിട്ടൊന്ന് കരഞ്ഞു അവിടെ നിന്ന് എടുത്തപ്പോൾ. എന്നാലും അതൊന്നും കാര്യമാക്കില്ല, നമുക്ക് തിരുവോണ സദ്യ ഇല്ലേ മുഖ്യം. അവിടെ നിന്ന് അങ്ങനെ അവളെ എടുത്തുകൊണ്ട് ഓടി. അന്നദാനത്തിൻ്റെ ഹാളിൻ്റെ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗേറ്റിലെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ക്ലോസ് ആയി എന്ന് പറഞ്ഞു. പക്ഷേ സമയം 11:40 ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നമുക്ക് ഉള്ളിലൊക്കെ കയറി ഒന്ന് തൊഴുതിട്ട് വരാം, അപ്പോഴേക്കും ചിലപ്പോൾ വേണമെങ്കിൽ അലൗ ചെയ്താലോ എന്ന്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് വന്നിട്ടും ഇവർ തുറക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടന് ഭയങ്കരമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം ആയതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ തണലത്ത് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പാത്തുട്ടി മണലൊക്കെ വാരിയിട്ട് മണ്ണപ്പം ചുട്ട് കളിക്കായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, ഏട്ടാ പോവാ, ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, സമയം കുറച്ചും കൂടി വൈകിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ ചെന്നാലും ഒന്നും കഴിക്കാൻ കിട്ടില്ല എന്ന്. അപ്പോൾ ഏട്ടൻ വസു വെയിറ്റ് ചെയ്യ് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അയാൾ ഡോർ തുറന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ നിന്നോടത്തുനിന്ന് അവളെയും പൊങ്ങിക്കൊണ്ട് ഓടി. അങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഹാളിൻ്റെ അവിടേക്ക് എൻട്രൻസ് കിട്ടി. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പാലടിയായിരുന്നു പായസം. ഇതുവരെ പാത്തുട്ടി എൻ്റെ മടിയിൽ ഇരുന്നിട്ട് സദ്യ കഴിച്ചിരുന്നേ. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ തൊട്ട് ആൾക്ക് സ്വന്തമായിട്ട് കഴിക്കാമെന്നായി. അങ്ങനെ പാത്തുട്ടീനെ ഇരുത്തി അവൾ സദ്യയൊക്കെ നല്ല വൃത്തിയിൽ അങ്ങോട്ട് കഴിക്കും കേട്ടോ. പായസം അങ്ങനെ ഇഷ്ടമല്ല, അപ്പം അത് കുടിച്ചില്ല. ഓടി പോൺ പാട്ട്. താങ്ക് യു പറ, സേ താങ്ക് യു. അമ്പലത്തിലോട്ട് പോണ വഴിക്ക് പാത്തുട്ടി ജിറാഫിനെ കണ്ടുവച്ചിരുന്നു. സദ്യ കഴിച്ചു കഴിഞ്ഞ് പൂക്കളത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആള് നേരെ ഓടിയത് പാവ വയ്ക്കണ കടയിലോട്ടാണ്. 120 രൂപയായുള്ളൂ. ഞങ്ങളപ്പോൾ ചിന്തിക്കായിരുന്നു, മോളിലൊക്കെ ഇങ്ങനൊരു സോഫ്റ്റ് ടോയിന് 500-600 രൂപയെങ്കിലും വരും. ശരിക്കും അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ലാഭമാണ്. ഇവിടുന്ന് ഞങ്ങൾ നേരിണ്ടല്ലോ തൊട്ടടുത്തുള്ള വൈമോളിക്കാണ് കേട്ടോ പോയത്. ഒന്നും മേടിക്കാനൊന്നുമല്ല, റെസ്റ്റ് റൂം യൂസ് ചെയ്യാനേ. വീട്ടിൽ നിന്ന് കുറച്ചങ്ങ് ദൂരെ പോകുന്നല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ബസ് സ്റ്റാൻഡിലായാലും വേറെ ഇടങ്ങളിലായാലും നല്ലൊരു വൃത്തിയുള്ള ഒരെണ്ണം കണ്ടു കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. മോൾസിലാവുമ്പോൾ പിന്നെ ആ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ പാത്തുട്ടീനെ ഗെയിം സെക്ഷനിൽ എത്തിയിട്ട് ഞാൻ നേരെ വാഷ്റൂമിലേക്ക് ഓടി. കുറേ നേരം അവിടുത്തെ ഗെയിം സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് ക്ഷീണിച്ചപ്പോൾ പാത്തുട്ടിക്കായിട്ട് ഒരു ഫലൂടി അങ്ങോട്ട് വാങ്ങി. എന്നിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു. ഓണം എവ്രിവൺ.